ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഇട്ട ഒരു മെസ്സേജ്, പുതിയൊരു FIR വന്നിരിക്കുന്നു, 10 ലക്ഷം ഇട്ട നിക്ഷേപകനെ FIR ഇട്ട് അന്വേഷിക്കണമെന്നുള്ള ഓർഡർ കിട്ടിയിരിക്കുന്നു എന്ന് നമ്മുടെ ജെനുവിൻ ഗ്രൂപ്പിലും മറ്റ് ഗ്രൂപ്പുകളിലും നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുത്തത് നേരെ അത് നമ്മുടെ എങ്ങോട്ടോ ഉള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പുകളിൽ എത്തപ്പെട്ടു. അതിനുശേഷം അതിൻ്റെ അഡ്മിനായിരിക്കുന്ന ഷാജി സാറ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, പിന്നെയും FIR, എൻ്റെ പടച്ചോനെ, നാളെ വിധി വരാൻ പോകുമ്പോൾ പിന്നെയും FIR ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെയും നീട്ടില്ലേ, വിധി പ്രസ്താവിക്കുന്നത് പിന്നെയും നീട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇതെന്താ സംഭവം എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായി. അപ്പോൾ അവസാനം ഒരു ഗ്രൂപ്പിൽ തന്നെ 5-6 നമ്പറുകളിൽ അഡ്മിനായിരിക്കുന്ന ഏക വ്യക്തി ഇടപെടുകയും അദ്ദേഹം പറഞ്ഞു, ഇത് എന്താ എന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണിത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീൻ ജോസ് എന്ന ചേട്ടൻ നേരെ കോടതിയെ അപ്രോച്ച് ചെയ്ത് ഹൈറിച്ചിനെതിരെ ഓഗസ്റ്റിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ SHOയ്ക്ക് നിർദ്ദേശം പോയേക്കുന്നത്. 4 മാസം ഇങ്ങനെ പല ഡേറ്റിൽ ഹിയറിംഗ് നടന്നു അവസാനം കോടതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു. വാവ്, ഇവനൊക്കെ കുറച്ചൊക്കെ വിവരമുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ്റെ വിവരം ഇത്രയേ ഉള്ളോ, അല്ലെങ്കിൽ നീ മറ്റേ മണ്ടന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി താണതാണോ, ഭൂമിയോളം താണതാണോ മണ്ട? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വിവരങ്ങൾ ഇങ്ങനെ ഇത്ര ലോ ലെവലായി പോകും എന്നുള്ളതാണ്. സത്യത്തിൽ ഇദ്ദേഹം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് പോലീസ് ഇദ്ദേഹത്തിൻ്റെ വീടോ അല്ലെങ്കിൽ സ്ഥാപനമോ നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയോ ഇവരുടെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അപ്ലിക്കേഷൻ തള്ളുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇദ്ദേഹം SPക്ക് പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് SPയും ഇത് തന്നെ റിപ്ലൈ കൊടുത്തു, നിങ്ങളുടെ അപ്രോച്ച് ചെയ്ത പോലീസ് സ്റ്റേഷൻ്റെ അധികാര പരിധിക്കുള്ളിലല്ല ഈ കാര്യങ്ങൾ, ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിപ്ലൈ തന്നു. അതിനുശേഷമാണ് വക്കീലുമായി കൂടിയാലോചിച്ച് ഈ കമ്പനിക്കെതിരെ പരാതി നൽകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വിശദമായ പരാതി കോടതിയുടെ മുൻപാകെ വന്നു. കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഈ കേസ് അന്വേഷിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്ന് ആദ്യം ചേർപ്പ് പോലീസ് സ്റ്റേഷനോട് റിപ്പോർട്ട് ചോദിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു, ഇദ്ദേഹമോ അല്ലെങ്കിൽ എതിർകക്ഷിയോ നമ്മുടെ അധികാര പരിധിക്കല്ല, ഉള്ളിലല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് FIR ഇട്ടായാലും നമുക്ക് അന്വേഷിക്കാൻ സാധിക്കില്ല എന്നുള്ള മറുപടി കൊടുത്തു. അതിനെ തുടർന്ന് ഇത് മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്ന് റിപ്പോർട്ട് വാങ്ങി. അതിനെ തുടർന്നാണ് ഇപ്പോൾ അവസാനം ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് FIR ഇടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇത് സാധാരണഗതിയിൽ നടക്കുന്നതാണ്. SP റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, കോടതി മുഖേന ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇദ്ദേഹം ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇദ്ദേഹം ബഡ്സ് കോടതിയിലാണ് ഈ പരാതിയുമായി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ച് അറിവുള്ള ഒരു കോടതിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡായി നടന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് ഇതിൻ്റെ ബെനിഫിറ്റ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ റിപ്പോർട്ട് ഇതേ കോടതിയിലാണ് വരിക. ഇത് ബഡ്സ് അതോറിറ്റിക്ക് ഇതിൻ്റെ റിപ്പോർട്ട് പോകും. അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു അറ്റാച്ച്മെൻറ്റിന് വരെ സാധ്യതയുള്ള ഒരു കേസാണ് ഈ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ, ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ FIR രജിസ്റ്റർ ചെയ്യപ്പെടും. നമുക്കറിയാം, ഇത്തരം കേസുകളിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ FIR വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. FIR
അടക്കമാണ് നമുക്ക് ക്ലെയിം പെറ്റീഷനിൽ ആവശ്യമുള്ളത്. ആർക്കെങ്കിലും ChatGPT ഒക്കെ ഉപയോഗിക്കുന്ന വിദഗ്ധന്മാരുള്ള നാടാണല്ലോ ഈ നാട്. അപ്പോൾ ChatGPTയോട് ചോദിക്കുക ബഡ്സ് ആക്റ്റിൽ ക്ലെയിം പെറ്റീഷനിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്ന്. അപ്പോൾ അതിൽ പറഞ്ഞു തരും എന്തൊക്കെയാണ് വെക്കേണ്ടത്. അതിൽ FIR വേണം, ഒരു പരാതി വേണം, പിന്നെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ് എന്നിവ ഒക്കെ വേണമെന്ന് ChatGPT നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതിനെയാണ് വളച്ചൊടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വഴി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഇനി മൊഴി നൽകാൻ വേണ്ടി മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ. ഒരുപക്ഷെ അവർക്ക് FIR വേണമെങ്കിൽ അതിനിടയ്ക്ക് പോകാം, FIRൻ്റെ കോപ്പി വാങ്ങാൻ വേണ്ടി പോകാം. അല്ലെങ്കിൽ അതും നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കൂട്ടറാണ് ഇപ്പോൾ ഹൈറിച്ചിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒരു കാര്യവും ഇവർ കളവല്ലാതെ സത്യം പറയാറില്ല. ബൈ.